എന്താണ് മൻരേഗന്റെ സത്യം? മൻരേഗ ഒരു ശരിക്കൊരു ബെനിഫിഷ്യറിക്ക് മൻരേഗ VB രാംജി ഗുണം ചെയ്യുന്നു. കൂടുതൽ ദിനങ്ങൾ, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ഡയറക്റ്റായിട്ട് കാശ് അവരുടെ അക്കൗണ്ടിൽ കിട്ടും. ഇങ്ങനത്തെ ഫ്രോഡ് നടക്കില്ല. കേരളത്തിൽ നടന്ന ഫ്രോഡ്, മൻരേഗന്റെ പേരിൽ നടന്ന ഫ്രോഡ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ആയിരക്കോടിക്കണക്കിലാണ് ഫ്രോഡ് നടത്തിയിരിക്കുന്നത്. JCB കൊണ്ട് പണി ചെയ്യുക, എന്നിട്ട് ജനങ്ങളുടെ പേരിൽ കാശെടുക്കുക. അത് റിഫോം ചെയ്യുമ്പോൾ, അത് നിർത്തുമ്പോൾ, അതിനുവേണ്ടി ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതൊരു പ്രചരണമായിട്ട് മൻരേഗ ഞങ്ങൾ ബാധിക്കുന്നു, ഞങ്ങൾ അത് നിർത്താൻ നോക്കുന്നു. നെക്സ്റ്റ്, ശബരി റെയിലിന് കാശില്ല, NH-66 ലാൻഡ് അക്വിസിഷന് കാശില്ല, എയിംസ് ലാൻഡ് അക്വിസിഷന് കാശില്ല. പക്ഷെ നേറ്റിവിറ്റി കാർഡ്സിന് കാശുണ്ട് ബോർഡിൽ, ബഡ്ജറ്റിൽ. ഇന്നൊരു പേപ്പറിൽ ഒരു ആർട്ടിക്കിളാണ്, ഇതൊന്ന് നിങ്ങളെല്ലാവരും വായിക്കണം. ഈ CAA, SIR ഇതിനെല്ലാം ഒപ്പോസ് ചെയ്യുന്ന പാർട്ടിയാണ് CPM ഉം കോൺഗ്രസ് രണ്ടുപേരും. നേറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, അതിന് കാശുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷനും ഫേക്ക് ആധാർ കാർഡ് വഴി വോട്ടർ ലിസ്റ്റിൽ കയറുന്നതും ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അവസാനം എനിക്ക് പറയാനുള്ളത് ഇക്കോണമിനെ കുറിച്ച് എനിക്ക് കുറച്ച് അറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു ഡെറ്റ് ട്രാപ്പിലാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇക്കോണമി. ഫിസ്ക്കൽ FRBM, പാർലമെന്റ് പാസാക്കിയ FRBM ആക്ട് ബ്രീച്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഈ 34% ഡെറ്റ് GSDPനെ 34% ഓഫ് GSDP ആയി. ഞാൻ പറഞ്ഞ പോലെ ഇന്നിപ്പോ കടം വാങ്ങിച്ചിട്ടാണ് പലിശ കൊടുക്കുന്നത്, കടം വിട്ടുകൊടുക്കുന്നത്. ഈ സ്ഥിതി 10 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നില്ല. 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത പിണറായി വിജയൻജിയാണ് ഇത് ചെയ്ത് ഈ സ്ഥിതിയിൽ നമ്മളെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇന്നും വെൽഫെയറിന്റെ പേരിൽ എത്രയോ വാഗ്ദാനം കൊടുക്കുന്ന CPM ഉം കോൺഗ്രസ് പാർട്ടിയും ഇതിനെക്കുറിച്ച് ഒരു ഉത്തരം തരണം. കോൺഗ്രസിന്റെ പേര് ഞാൻ എന്താണ് ഞാൻ എടുക്കുന്നത്? പ്രതിപക്ഷ പാർട്ടിയിൽ 10 കൊല്ലമായിട്ട് ഇരുന്ന കോൺഗ്രസ് പാർട്ടിയായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു വാക്കും അസംബ്ലിയിൽ പറഞ്ഞിട്ടില്ല. ഈ കടത്തിനെ കുറിച്ചോ വെൽഫെയർ സബോട്ടാജിനെ കുറിച്ചോ, പിന്നെ ഈ അവസാനം ഈ പ്രചരണം, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുന്ന ഈ ഇലക്ഷന് മുമ്പ് ഒരു തന്ത്രം, സെൻട്രൽ ഗവൺമെന്റ് ഇത് തരുന്നില്ല, അത് തന്നില്ല, അതുകൊണ്ടാണ് നാടിന്റെ സ്ഥിതി ഇങ്ങനത്തെ സ്ഥിതി. നാടിന്റെ സ്ഥിതി ശരിയല്ല എന്ന് അവരെന്നെ സമ്മതിക്കുന്നു. അതിന്റെ കാരണം 10 കൊല്ലം ഞാൻ ഒരു മടിയില്ലാണ്ട് പറയുന്നു, 10 കൊല്ലം ഇവിടെ നടന്ന കഴിവില്ലായ്മയും അഴിമതിയും കുറ്റകരമായ അനാസ്ഥയാണ്. ആ ഒരു ഭരണത്തിനെ മാറ്റാൻ സമയം ഈ ഇലക്ഷനിൽ ജനങ്ങൾ അത് തീരുമാനിച്ച് ഈ ഭരണത്തിന് മാറ്റും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. എന്തെങ്കിലും? ഓക്കെ ഓക്കെ അല്ല, നോക്കൂ, സെൻട്രൽ ഗവൺമെന്റ് ഇതെല്ലാം ആലോചിച്ചിട്ട് ചെയ്യും.
പ്രധാനമന്ത്രി വിഴിഞ്ഞത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം, കേരളത്തിനെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാക്കാൻ റെയിൽവേയും ഹൈവേ എക്സ്പാൻഷൻ നടക്കും. BJP NDA വന്നാൽ അത് ഞങ്ങൾ നടപ്പിലാക്കി തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിൽ ഒരു സംശയമില്ല. അപ്പോ അവിടെ നമ്മുടെ ഈശ്വരൻ സാറാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ഏരിയയിൽ, ഈ മേഖലയിൽ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസും കഴിവും താല്പര്യമുള്ള വേറെ ആരുമില്ല. അപ്പോൾ നാടിനു വേണ്ടി ഒരു റെയിൽവേ സ്കീം അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും എന്നാണ് ഞങ്ങൾക്കൊരു ഉറപ്പ്. അപ്പോൾ ഞങ്ങൾ ഒപ്പം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് 100% വിശ്വാസമുണ്ട്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിൽ വിശ്വാസമില്ല. അത് 100% ഞാൻ പറഞ്ഞത്. അല്ല, അത് നടക്കട്ടെ. ഇതൊരു ഡിസ്കഷൻ അല്ലേ, ഇപ്പൊ തുടങ്ങിയതല്ലേ. കേരളയിലല്ലോ 10 കൊല്ലം കേരളിന്റെ ഒരു നാടകം നമ്മൾ കണ്ടതല്ലേ. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കിയല്ലേ. നോക്കൂ, ഞാൻ കൃത്യമായി പറയുന്നത്, ഇത് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടാണ്, BJP NDAന്റെ കാഴ്ചപ്പാടാണ്. വിഴിഞ്ഞം പോർട്ട് വന്ന ശേഷം കേരളത്തിന് കുറെ സാധ്യതകളുണ്ട്. ഹിന്റർലാൻഡ് കണക്ടിവിറ്റിയും കേരളത്തിന് ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാനും ഒരു ലോജിസ്റ്റിക് ഹബ്ബാക്കാൻ കുറെ സാധ്യതകളുണ്ട്. ആ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ 2 കാര്യങ്ങൾ എക്സ്പാൻഡ് ആവും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അത് ഒന്ന് ഹൈവേയും, രണ്ടാമത്തത് റെയിൽ, അഡീഷണൽ റെയിൽ കപ്പാസിറ്റി. അത് RRTS ആണോ മറ്റൊരു പേരാണോ അത് നമ്മൾ വരുന്ന കാലത്ത് തീരുമാനിക്കും. പക്ഷെ അത് കേരളയിലല്ല, അത് കേരളയിൽ നടക്കില്ല എന്ന് CPM എന്നെ സമ്മതിച്ചു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അതല്ലേ, അത് ഞാൻ അതല്ലേ പറഞ്ഞു. ഈ 10 കൊല്ലം എന്താണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയത്? നാടിനിപ്പോ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. ഇവിടെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ, ഇക്കണോമിക് മാനേജ്മെന്റിൽ മാറ്റം വന്നില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. 92% നമ്മൾ പലിശയും കടവും പെൻഷന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് കാശ് എവിടുന്ന? പുതിയ തലമുറയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ. ഒരു സർക്കാരാണെങ്കിൽ, സംസ്ഥാന സർക്കാരാണെങ്കിൽ ഇന്നും വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവണം, ഒരു ഇക്കണോമിക് സ്ട്രാറ്റജി ഉണ്ടാവണം. അതിനുവേണ്ടി കാശ് എവിടുന്ന് വരും, ഇതെല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യേണ്ടതല്ലേ. ഒരു സർക്കാരിന്റെ കടമയല്ലേ അത്.